വളരെ കുറച്ച് ഭൂരിപക്ഷമുള്ളൊരു സർക്കാരായിരുന്നു. അതിനെങ്ങനെ മാനേജ് ചെയ്ത് അദ്ദേഹം? അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. എനിക്കും സത്യം പറഞ്ഞാൽ നമുക്കത് അത്രയും ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും പറയത്തില്ലല്ലോ. ഇപ്പം മക്കളോടും ഭാര്യയോടൊന്നും പറയത്തില്ല. ആരുടെ അടുത്തും ഒരു സംസാരവും അത് പുറത്ത് കാണുന്ന ആളല്ല. വീട്ടിൽ വരുമ്പോൾ ആണോ? ടോട്ടലി സൈലൻ്റ് വെച്ചാൽ നമ്മുടെ അടുത്ത് സംസാരിക്കാറുമില്ല. ആ, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കാതെ. പക്ഷെ ബാക്കി പുറത്തെല്ലാവരോടും സംസാരിക്കും, എപ്പോഴും. പുറത്ത് എല്ലാവരും സംസാരിക്കും. വീട്ടിൽ വന്നാൽ സംസാരം മിനിമൽ. അതൊന്നും സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. ഫുൾ ടൈം ഫയലിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയിലായിരിക്കും. ആണെ തന്നെ സംസാരമില്ല. അഭിപ്രായവും ഉപദേശമൊന്നും നേടത്തുമില്ല. അതിപ്പോൾ ഈ പറഞ്ഞ ചുരുക്കമാണ്. ഒരു വാക്കിലോ 2 വാക്കിലോ, അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പത്തിൽ ഒരു നോട്ടം മതി, അപ്പം അറിയാം. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. നോട്ടത്തിലുണ്ടല്ല, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു നോട്ടം നോക്കിയാൽ കഴിഞ്ഞു. അവിടെ നമ്മൾ നിർത്തും. അമ്മയ്ക്ക് പരാതി ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു? അതുകൊള്ള അമ്മയ്ക്കല്ലേ ഏറ്റവും പരാതിയുള്ളത്. അമ്മയ്ക്ക് പരാതിയല്ലേ പറയാൻ പറ്റൂ. പക്ഷെ പരാതി പറഞ്ഞാൽ ഫലം ഉണ്ടാവണ്ടേ. നമുക്കിപ്പം ഈ ബദലിനോട് പരാതി പറഞ്ഞാൽ പക്ഷെ ദേഷ്യപ്പെടത്തില്ല അല്ലേ? ദേഷ്യം വളരെ കുറവ്. പക്ഷെ ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ റെയറസ്റ്റ് ഓഫ് റെയർ. കഷ്ടം എന്ന് പറയുന്ന കേട്ടിട്ടുള്ളത് ദേഷ്യപ്പെട്ട. ഞങ്ങളടുത്തൊക്കെ ചില സാഹചര്യങ്ങൾ അത് അവസാനം വരെ അദ്ദേഹത്തിനുണ്ട്. അതില്ല, ആർക്കാ മനുഷ്യന് ദേഷ്യമില്ലാത്ത. പക്ഷെ റെയറസ്റ്റ് ഓഫ് റെയർ.